നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം, ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മുഹൂർത്തം. അതായത് നമ്മൾ ഏതൊരു ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോഴും മുഹൂർത്തം നോക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഗുളികകാലം, രാഹുകാലം, യമകണ്ഠകാലം എന്നീ 3 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് മുഹൂർത്തങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഗുളികകാലവും രാഹുകാലവുമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ പ്രതിപാദിപ്പിക്കാൻ പോകുന്നത് ഗുളികകാലത്തെക്കുറിച്ചാണ്. ഈ ഗുളികകാലം സ്വതവേ എല്ലാ കാര്യങ്ങൾക്കും ദോഷകരമല്ല, എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് ദോഷകരമാണ്. അപ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആരാണ് ഗുളികൻ? ഗുളികൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ജ്യോതിഷത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഗുളികനെ പറയുന്നത്. ഗുളികൻ ശനിയുടെ പുത്രനായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ അവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും. എന്നിരുന്നാലും ചെറിയ ചെറിയ അസുഖങ്ങൾ എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഗുളികന് പ്രധാനമായിട്ടും 11ാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഏതൊരു ജാതകത്തിലും അനുകൂല ഫലമായി കരുതപ്പെടുന്നത്. അതുപോലെ ഗുളികൻ മറ്റേത് രാശിയിൽ നിന്നാലും ആ രാശിയുമായി ബന്ധപ്പെട്ട്, അതായത് ലഗ്നം മുതൽ 1, 2, 3 ലഗ്നത്തിലൊഴിച്ച് 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഭാവങ്ങളിൽ ഗുളികൻ നിന്നാൽ ആ ഭാവങ്ങളെ കൊണ്ട് എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിന് ചിലപ്പോൾ നമുക്ക് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു ചേരും എന്നുള്ളതാണ് പറയേണ്ടത്. ചിലയിടങ്ങളിൽ ഗുളികകാലം കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസത്തെ ഗുളികൻ്റെ ഉദയം കഴിഞ്ഞാൽ പിന്നെ ആ ഗുളികോദയ രാശിയിൽ ഗുളികൻ നിന്നാൽ തന്നെയും അതിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും സ്വതവേ ഗുളികോദയ രാശി മുഹൂർത്തങ്ങൾക്ക് നമ്മൾ സ്വതവേ വർജിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഗുളികോദയ സമയത്ത് ചില അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും കടമെടുത്തിരിക്കുന്ന പൈസ അതിലെന്തെങ്കിലും നമ്മൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങുന്നത് ഗുളികകാല സമയത്താണെങ്കിൽ ആ കടം എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തീർന്നു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കട്ട്ളവെപ്പ്, അതായത് ഒരു വീട്ടിൽ ആദ്യമായിട്ട് കട്ട്ള വയ്ക്കുന്ന ചടങ്ങ് ഗുളികോദയ സമയത്ത് ചെയ്യാൻ നല്ലതാണ്. ഇല്ലം നിറ അല്ലെങ്കിൽ ധനധാന്യ സമാഹാരം, ഇതെല്ലാം വളരെ അനുകൂലമായിട്ട് പറയപ്പെടുന്നു. ഇതൊഴിച്ച് ബാക്കി പിന്നെയും വേറെ അനുകൂലമായ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും സ്വതവേ നമ്മൾ ഗുളികോദയ സമയത്ത് മുഹൂർത്തത്തിൽ പ്രാധാന്യം ഗുളികൻ്റെ ഉദയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മുഹൂർത്തമെടുക്കാറ്. അപ്പോൾ ഗുളികൻ നമുക്ക് ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടും മറ്റ് ചില കാര്യങ്ങൾക്ക് പ്രതികൂലമായിട്ടും വരും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ മുഹൂർത്തമെടുക്കുമ്പോൾ ചിലപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് കാര്യങ്ങൾ നടത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.